ഓക്കെ. ഈ വാഹനത്തിലെ ആദ്യത്തെ യാത്രക്കാർ ഷംസാദ് വരൂ, താങ്കൾ കൂടിയാണ് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഷംസാദിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള എഫേർട്ടിലും ഈ മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ ഷംസാദ് എടുത്ത പ്രവർത്തനങ്ങൾ പലരും ശരിക്കും പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കിയിരുന്നു. ഒട്ടും നിങ്ങൾക്ക് സംശയിക്കാതെ ഏതു കാര്യം ഏൽപ്പിക്കാൻ പറ്റിയൊരു ചങ്ങാതിയാണ് ഇദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായത്. അവിടെ എല്ലാവരും പൊതുവെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു വൈകാരിക ബന്ധം ഷംസാദിന് വയനാടുമായിട്ടുണ്ട്. സോ നമ്മൾ ഈ യാത്ര ചെയ്താൽ ഉറപ്പായി നമുക്ക് ഷബീറിന് സന്തോഷമായി, നമ്മൾ കയറുന്നതോടുകൂടി നമ്മൾ ഹാപ്പിയായി. അപ്പോൾ നമുക്ക് പോവല്ലേ? അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ചാവി വേണം. നന്ദി അറിയിക്കാണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ വഴി വീഡിയോ കണ്ടിട്ട് ഓട്ടോറിക്ഷ എടുത്ത് തന്നെ അദ്ദേഹത്തിന് അലിഖാൻ ഇക്കാക്ക് എൻ്റെ പ്രത്യേകിച്ചൊരു സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചാനലിനും പ്രത്യേകിച്ചൊരു സന്തോഷം അറിയിക്കുകയാണ്. എൻ്റെ കൂടെ നിന്ന് വേണ്ട സഹായങ്ങൾ ഞങ്ങൾക്കും എൻ്റെ നാട്ടുകാർക്കും ചെയ്തു തന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. നന്നായി സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ നമുക്ക് താക്കോല് കൈമാറാം അല്ലേ? താക്കോൽ ചേമാൻ, ഇത് പ്രതീകാത്മക താക്കോൽ. യഥാർത്ഥ താക്കോൽ നമ്മളിപ്പോൾ കൊടുക്കും അല്ലേ? യഥാർത്ഥ താക്കോൽ നമ്മൾ ഇദ്ദേഹം കൊടുത്തു. ഓക്കെ. വണ്ടി ഓട്ടോ ഓടിക്കാൻ അറിയോ? ഇല്ല സംസാരം അറിയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ കയറാം അല്ലേ? ശരി, താക്കോൽ കൊടുത്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഷബീർ അലി. താങ്ക് യു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി വരുന്നുണ്ട് വാഹനങ്ങളുടെ ഒരു നിര അല്ലേ? ഘോഷയാത്ര വരുന്നുണ്ട്. നമ്മളെല്ലാവർക്കും നമ്മളെക്കൊണ്ട് സാധ്യമാവുന്നു. ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞ പോലെ മനുഷ്യരെ ഒഴിച്ച് ബാക്കി എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റണം അല്ലേ? തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കയറാം. ഓക്കെ. ഷബീർ വണ്ടിയിൽ കയറി. അപ്പോൾ നമ്മൾ പോകുന്നത് ചേമാൻ പ്ലീസ്. ഓക്കെ. അപ്പോൾ നമ്മളിനി പോകുന്നത് നേരെ ഫർണിച്ചറിൻ്റെ സ്ഥലത്തേക്കാണ്, ഫുമയുടെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. യാത്ര ആരംഭിക്കുന്നു. യെസ്. ഷബീർ എന്തുപറ്റി? വേണ്ട എന്തുപറ്റി? അതവിടെ നടന്നു പോയാൽ മതി, ഇവിടെ പറയല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ റെഡിയാണ് ഷബീർ? തീർച്ചയായിട്ടും. ഇത് നമ്മുടെ കക്കാടം പൊയിൽ ദ ഹേസ് ലാൻഡ്. എല്ലാ വണ്ടിയിലും കഴിഞ്ഞ് നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ റെഡി ഗോ. ഏതൊക്കെയാണ് വണ്ടി ഓണാവണം? കൺഫ്യൂഷൻ, ചില ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഓണായി. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞു. മെല്ലെ പോയാൽ മതി, പതുക്കെ പോയാൽ മതി, സാവധാനം. ആ വഴിയൊന്ന് മാറ്റി കൊടുക്കാം ക്യാമറ. ഓക്കെ, മൂവിങ്. സോ എനിക്കൊന്നും നമ്മുടെയൊക്കെ ജീവിതത്തിലല്ലേ ഷംസാദ് ഇത്തരം ചില നിമിഷങ്ങളുണ്ടല്ലോ, ഈ കണ്ണീരും പുഞ്ചിരിയും കൂടെ വരുന്നൊരു നിമിഷം. നമ്മൾ രണ്ട് രീതിയിലാണ് റിപ്പോർട്ടർ ഇത് ചെയ്തത്. ഒന്ന്, വയനാടിൻ്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ തിരിച്ചു കൊണ്ടുവരണം, ആളുകൾക്ക് ഓണാവണം എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ മുണ്ടക്കൈ ചൂരൽമാല ദുരിതത്തിലുണ്ടായ ആളുകൾക്ക് വളരെ വലിയ സഹായങ്ങൾ. ഇപ്പോൾ ഷബീറിൻ്റെ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. ഷബീർ ഇതൊരു ഓട്ടോ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല. കാരണം നമ്മൾ ഏതൊരു പുനരധിവാസത്തിലും സ്വാഭാവികമായി വീട്, സ്ഥലം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ് നമുക്ക് ഈ ഓട്ടോറിക്ഷ, ജീപ്പുകൾ, അവരുടെ ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരേറ്റവും ഹാപ്പിയായൊരു മൊമെൻ്റാണത്. അത് നമുക്ക് കാണുമ്പോൾ നമ്മളും അത്രയും വലിയ ഹാപ്പിയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി അതിജീവനമാണ്. ഇനി നമ്മൾ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരല്ലാത്ത എല്ലാ നഷ്ടങ്ങളെയും വയനാട് നമ്മൾ തിരിച്ചു പിടിക്കും, നമ്മൾ തിരിച്ചു കൊടുക്കും, ആളുകളെ നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കും. അതിലേറ്റവും സന്തോഷമുള്ളൊരു കാര്യം, 2-ാം തീയതി, ഈ സെപ്റ്റംബർ 2-ാം തീയതി നമ്മുടെ വെള്ളാർമലയിലെയും മുണ്ടക്കയിലെയും കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായി പ്രവേശനോത്സവത്തിന് വരുന്നുണ്ട്. അതാണ് മന്ത്രി നേരത്തെ പറഞ്ഞൊരു കാര്യം. വെള്ളാർമലയിലെ കുട്ടികൾ പുതിയ പ്രവേശനോത്സവത്തിന് വരാൻ പോകുന്നു. അപ്പോൾ ഷബീർ, താങ്ക് യു ഷബീർ.